ഹായ് ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ കുഞ്ഞൂസിന്റെ ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അതേ ദിവസം തന്നെയായിരുന്നു കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ നേരെ അതേ സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾ മേലെ പോവാണ്. നമ്മുടെ ചിത്ര ചേച്ചി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ റൂമിൽ വെച്ചിട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്. കാരണം എൻ്റെ കൃഷ്ണയുടെയോ സുബിൻചേട്ടൻ്റെയോ റൂമിലൊന്നും അത്ര സ്പേസ് ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ചിത്ര ചേച്ചിയുടെ റൂമിൽ അതേ ബിൽഡിങ്ങിൽ തന്നെ 17ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് വൈകുന്നേരമാണ് പരിപാടി. ഇപ്പം നമ്മൾ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോവായിരുന്നു കേട്ടോ. ലിഫ്റ്റിൽ കണ്ണാടി ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ട് അവന്റെ ഫേസ് കണ്ടിട്ട് അവൻ തന്നെ അവന്റെ ലാംഗ്വേജിൽ എന്തൊക്കെയോ സംസാരിക്കുക. ഞങ്ങൾക്കൊന്നും പിടികിട്ടില്ല. ഞങ്ങൾ നേരെ ചേച്ചിയുടെ റൂമെത്തി. എത്തിയ ഉടനെ ഞങ്ങൾ വേഗം റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ചേച്ചിയൊക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അവരുടെ റൂമിൽ ഒരു കർട്ടനിലാണ് ഈ സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബലൂൺ എടുത്തോട്ടെ. 2 രീതിയിലുള്ള ബലൂണല്ലേ നമ്മൾ വാങ്ങിച്ചത്. 2 ഊതി വീർപ്പിക്കാനുള്ള ജസ്റ്റ് ഒരു മെഷീൻ ഉണ്ട്. അതിൽ വെച്ചത് തന്നെ അതിന്റെ സൗണ്ട് കേട്ടിട്ട് ഒളിഞ്ഞു നിൽക്കുമായിരുന്നു കേട്ടോ കുഞ്ഞൂസ്. ആദ്യം സുബിൻ ചേട്ടനും കൃഷ്ണയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിൽ ഞാനും ചിത്ര ചേച്ചിയും സുറുമിയും ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു കേട്ടോ. രാത്രി ഒരു 7 മണിക്കാണ് നമ്മുടെ പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവരുടെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ റൂമിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ സമയം 3 മണിയായിരുന്നു. പെട്ടെന്നൊരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഊതി വീർപ്പിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയേ. ബലൂണിന്റെ പരിപാടി കഴിഞ്ഞത് ഞങ്ങൾ ലെറ്റേഴ്സിന്റെ തുടങ്ങിട്ടോ. ഇവാൻ എന്നുള്ള പേര് സുബിൻ ചേട്ടൻ ഒരു സൈഡിൽ നിന്നും, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് കൃഷ്ണ ഒരു സൈഡിൽ നിന്ന് വീർപ്പിക്കാൻ തുടങ്ങി. നീ കാറ്റില്ലാതെ നീ മേലെ പോകണം. പിടിച്ചിട്ട് ഇരുന്നോ. ഓ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. എങ്ങനെ നിന്നെ കൂടെ സാധിക്കുന്ന അറിയാമോ? ഇപ്പോഴുള്ള പോലെ കിച്ചോട്ടൻ എന്നെ കളിയാക്കിയെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? അല്ല കേട്ടോ, തെറ്റിപ്പോയി ഗേസ്. നിങ്ങൾക്ക് സുറുമയെ കളിയാക്കിയത് കേട്ടോ. അവളുടെ ഹെയർ കണ്ടിട്ട് അവള് ഹെയർ ചുറ്റിയിട്ട് ഒരു ഹെയർ ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. അവളുടെ ഹെയർ കണ്ണ് വെച്ചിട്ട് അത് ഇട്ട് വെച്ചു എന്നൊക്കെയാണ് അവൾ പറയുന്നുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള കമന്റ് അടിയാണ് എല്ലാവരും ഇവിടെ നടന്നത്. അതൊക്കെ കഴിഞ്ഞത് നമ്മുടെ ഇവാൻ എന്നുള്ള ലെറ്റർ, നമ്മുടെ കുഞ്ഞൂസിന്റെ ശരിക്കുള്ള പേര് ഇവാൻ എന്നാണ് കേട്ടോ. അതൊരു വലിയ ലെറ്റർ ആയിപ്പോയി. അത് നമുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ആ സൈഡിൽ ഒരു കബോർഡ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഇവാൻ എന്നുള്ള ലെറ്റർ നോക്കി കബോർഡിന് മേലെ കയറ്റി വെച്ചു. അല്ലാതെ വേറെ എവിടെയും അത് വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞൂസിന്റെ നെയിമായി ഇവാനിനെ തൂക്കി ഞങ്ങൾ കബോർഡിന് മേലെ വെച്ചു. അതിനുശേഷം ബാക്കിയുള്ള ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ സൈഡിലുള്ള ഒരു കർട്ടനിലാണ്. അപ്പോൾ അതും എല്ലാം ഊതി വീർപ്പിച്ചൊന്ന് സെറ്റായപ്പോൾ അതൊരു നൂലിലേക്ക് കോർത്തിട്ട് നമ്മൾ നേരെ കർട്ടനിലേക്ക് വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതടിച്ചു ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ കർട്ടനിലും ആ സൈഡിലൊരു ടേബിൾ ഇട്ടിട്ട് ചുമ്മാ ഒന്ന് ബലൂണൊക്കെ തൂക്കി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ കുഞ്ഞൂസിനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ ബലൂണെല്ലാം കണ്ടപ്പോൾ അവൻ ആകെ അതെല്ലാം പൊട്ടിക്കാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം തന്നെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തു. കുഞ്ഞൊരു ടേബിളും കൂടി ഇട്ടിട്ട് ആ സൈഡിലൊക്കെ ഒന്ന് ബലൂണൊക്കെ ഒന്ന് കൊടുത്തൊന്ന് കവർ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതാണ്. ഇവ എന്നുള്ള പേര് അവിടെ വെച്ചിട്ട് ബാക്കി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ചെയ്തിട്ട് എല്ലാവരും ഇവിടുത്തെ ലൈഫൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. UAE എല്ലാവർക്കും ഒരു കുഞ്ഞു റൂമോ ഒരു ഫ്ലാറ്റിനകത്ത് അങ്ങനെ താമസിക്കുന്ന ഒരു ലൈഫല്ലേ ഇവിടെ. അതുകൊണ്ടാണ് അത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു കരച്ചിലുണ്ടായിരുന്നു ഗൈസ്. കാരണം ആ ബലൂണ് പൊട്ടിക്കാൻ വിടാത്തതിന്റെ പ്രതിഷേധം ഉണ്ടായി കാണുന്നത്. നേരെ അവനെയും കോരിയെടുത്ത് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. ഓരോരുത്തരും ഞാനും കൃഷ്ണ ഞങ്ങളുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സുബിൻ ചേട്ടനും റോസ്മിൻ ചേച്ചിക്ക് അവരുടെ റൂമിലേക്ക് പോയി. എന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പരിപാടി തുടങ്ങുമ്പോഴേക്ക് വരാമെന്ന് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ റൂമിലേക്ക് പോയിട്ടോ. ഞാനും കിച്ചോണിന് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ വിട്ടത് ഞങ്ങൾ ലുലുവിലേക്കാണേ. കാരണം നമ്മുടെ കുഞ്ഞൂസിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ. അപ്പം നേരെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ലുലുവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബിൽഡിംഗ് ഇറങ്ങിയതിന് തന്നെ അടുത്ത് നമ്മുടെ ലുലു ആയത് കാരണം നമ്മുടെ WTC മാൾ ആയത് കാരണം ഞങ്ങൾ നേരെ എല്ലാത്തിനും അവിടെയല്ലേ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ നേരെ ലുലുവിലോട്ട്. പിന്നെ നമ്മളെ കുഞ്ഞൂസിന്റെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് 6 മണിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാനും കൃഷിയും കൂടെ നേരെ ലുലുവിലോട്ട് വന്നിട്ട് അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ തന്നെ 6 മണിയായിരുന്നു. ഞങ്ങൾ 6 മണിക്കൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോയി കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴേക്കും ഇവിടെ നല്ല തണുപ്പായത് കാരണം എല്ലാം ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സാണ്. പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 2 സെറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അവന്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ എടുത്തത്. ഇതാണ് നമ്മൾ കുഞ്ഞൂസിന് വേണ്ടി എടുത്തത്. ബ്ലാക്ക് കളറായിട്ടുള്ള അതിന് ഒരു മാച്ചായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ പാൻറ്റും പിന്നെ അതുപോലെ ഒരു നോർമൽ ഒരു ഷർട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതാണ് കുഞ്ഞൂസിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബില്ലടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴെ ഇറങ്ങി. താഴെ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ അജയ് മുസഫിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് 1/2 മണിക്കൂർ പോകണം കേട്ടോ. അജയും നമ്മുടെ ഷൈജോട്ടനും എല്ലാവരും അവനൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നേരെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെയും വിളിച്ച് ഞങ്ങൾ കേക്ക് വാങ്ങി നേരെ ലിഫ്റ്റ് പിടിച്ച് മേലെ പോയി. ഞാനും കിച്ചോട്ടനും ഞങ്ങളുടെ റൂമിൽ പോയിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷന് പോലെ ഫംഗ്ഷനുള്ള രീതിയിലൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. കേക്ക് അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിൽ പോയി. ഞാനിട്ട ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞൂസിന് ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആയിരുന്നു കളർ. അപ്പോൾ ഏകദേശം എല്ലാവരും മാച്ചാവുന്ന രീതിയിൽ വൈറ്റ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇട്ട ഡ്രസ്സ് ഇതായിരുന്നേ. അതുപോലെ തന്നെ ഞാനിത് നാട്ടിലെ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്. എനിക്ക് നല്ല ഇഷ്ടമുണ്ട് അത്. പിന്നെ കിച്ചോട്ടൻ അതുപോലെ ഒരു വൈറ്റ് കളർ ടീഷർട്ട് ഇട്ടോ. നമ്മളെ സെയിം ബിൽഡിങ്ങിൽ മേലെ തന്നെയാണ് അവരെന്ന്. അപ്പോൾ ഞങ്ങളൊന്ന് ഒരുങ്ങി കേട്ടോ. ഒരുങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരെ അവരുടെ റൂമിലേക്ക് വിട്ടേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയിട്ടോ. എത്തുമ്പോഴേക്കും എല്ലാവരും അതുപോലെ വൈറ്റ് അല്ല ഗ്രീൻ കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. സുറുമിയും ചിത്ര ചേച്ചിയും ശ്രീകുമാരേട്ടൻ അവരെല്ലാവരും ഒരു ഗ്യാങ് ആയിരുന്നു. അവരെല്ലാവരും ഒരേപോലെ ഡ്രസ്സായിരുന്നു. നമ്മുടെ കുഞ്ഞൂസിന് മാച്ചായിട്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ മാച്ചായത് എൻ്റെ ഡ്രസ്സാണ്. കാരണം ഇവരെല്ലാവരും ഗ്രീനാണ്. ഞാനും കുഞ്ഞൂസും ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അത് അപൂർവമായിട്ട് എനിക്ക് ആ ഡ്രസ്സ് ഇടാൻ തോന്നി. അങ്ങനെ കറക്റ്റായിട്ട് അവന് മാച്ച് ആകുകയും ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും എത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ കേക്കൊക്കെ എടുത്തിട്ട് ടേബിളിൽ വെച്ചു. അയ്യോ അത് കഴിഞ്ഞ് എല്ലാവരും എത്തി തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഓരോരുത്തരെ എത്താനുണ്ട് കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തരും എല്ലാവർക്കും വർക്കിംഗ് ഡേ ഒക്കെ ആയിരുന്നു ചിലർക്കൊക്കെ. അപ്പോൾ അത് കാരണം റൂമിലേക്ക് ഡയറക്റ്റ് എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ. അപ്പോൾ കുറച്ച് പേർക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എല്ലാവരും ഏകദേശം നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ വന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ കേക്ക് കട്ട് ചെയ്യാൻ പോയേ. കറക്റ്റ് ഒരു 7:30 ആവുന്ന സമയത്ത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. സുറുമയുടെ ഫ്രണ്ട്സാണ് ഞാൻ വന്നതൊക്കെ. ശരിയായില്ല. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ അച്ഛനമ്മ അവന്റെ വായിൽ കേക്ക് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞൂസ് ഒരു പൊട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവൻ അതിനുള്ള അറിവൊന്നും ആയില്ലല്ലോ ഗൈസ്. പക്ഷെ അവൻ അവന്റെ വായി തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കത്തുനിന്ന് എഴുന്നേപ്പിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചതാണ്. ഞങ്ങൾ കരയെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആള് പരിപാടി കഴിയുന്നവരെ കരഞ്ഞൊന്നുമില്ല. അത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അവന് കേക്ക് കൊണ്ട് കൊടുത്ത് വിഷ് ചെയ്യാനൊക്കെ പറ്റി. അവന് നല്ല ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ. കേക്ക് റെഡ് വെൽവെറ്റ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉള്ള വീഡിയോ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഗിഫ്റ്റിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ഞാൻ അതായിട്ട് ചെയ്യാം. അങ്ങനെ എല്ലാവരും തന്നെ നമ്മുടെ കുഞ്ഞൂസിന് വിഷ് ചെയ്തേ. 2 വയസ്സായിട്ട് ആൾക്ക്. ഉടനെ തന്നെ കുഞ്ഞൂസിന്റെ താഴെ ഇനി ഒരാളും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചേച്ചി 2nd പ്രഗ്നന്റ് ആണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും കൃഷ്ണയും പതിവ് പോലെ ഞങ്ങൾ ഏത് ഫംഗ്ഷന് പോയാലും ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ഞങ്ങൾ 2 പേരും കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫുഡിന്റെ സെഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ ബലൂണ് മൊത്തം കുളമാക്കിട്ടോ. പിന്നെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞൂസിന്റെ രീതിയിലേക്ക് വിട്ടു കേട്ടോ. അവൻ എന്തോ ചെയ്തോട്ടെ എന്ന് കൊണ്ട് ഞങ്ങൾ വിട്ടുകൊടുത്തു.
നമ്മൾ മന്തി, ചാർക്കോൾ മന്തി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അത് വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് ചാർക്കോളും കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്തി റൈസും ചാർക്കോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതായിരുന്നു നമ്മുടെ ഫുഡ്. അപ്പോൾ ഓൾറെഡി അത് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നേ. നമ്മുടെ അബുദാബിയിലെ സ്പൈസി സത്താർന്നായിരുന്നു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവരുടെ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചേ. ഷൈജോട്ടനും അജയും കൃഷ്ണയും സുബിൻ ചേട്ടനും ഞങ്ങളെല്ലാവരും ഉള്ള സ്പേസിൽ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെയും കുറെ പേരൊക്കെ വരാനുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന്. അതൊക്കെ ഡയറക്റ്റ് താഴെ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. നമ്മുടെ സുർമിയാണ് കേട്ടോ അത്. അവള് ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ആദ്യം ഹെയർ ക്യാപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ ആള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവളുടെ ഹെയർ കാണിച്ചു തരാം കേട്ടോ. ഈ അവളെ ഇടയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ എടുത്തപ്പോൾ എന്റെ വീഡിയോ എടുക്കാൻ ആരുമില്ല എന്ന് ഞാൻ പരാതി പറയായിരുന്നു കേട്ടോ കേസ്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് സുബിൻ ചേട്ടൻ ഫോൺ വാങ്ങിയിട്ട് എന്റെ വീഡിയോ എടുത്ത് തരികയാണേ. വീഡിയോ എടുക്കുന്നതിനിടയിൽ കൂടെ നല്ലോണം ഇരുന്ന് ട്രോളുന്നുണ്ട് കേട്ടോ ഞങ്ങളെ രണ്ടുപേരെയും. പിന്നെ ഞങ്ങളതൊന്ന് കാര്യമാക്കാനേ പോയില്ല. ഞങ്ങളുടെ പാട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചേച്ചി ഞാനും എല്ലാവരും കൂടെ കഴിച്ചു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ താഴോട്ട്. അങ്ങനെ ഞാൻ സൂർമയുടെ മുടി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 360 ഡിഗ്രി കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും മുടി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എവിടെയും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. അങ്ങനെ നമ്മുടെ കുഞ്ഞൂസ് എന്തിനോ വേണ്ടി കരയുന്നുണ്ട്. ആളുടെ കോട്ടൊക്കെ അയച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചിത്ര ചേച്ചിയുടെ കളക്ഷൻ കണ്ടുതരാം കേട്ടോ. ഫ്രിഡ്ജിലാണ് ഈ സംഭവം ഉള്ളത്. ചേച്ചി പോയ സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാം. ഫുൾ ദുബായ്, ഷാർജ, കേരള വിസിറ്റ് ചെയ്ത എല്ലാ സ്ഥലത്തു നിന്നും പോയ ഓരോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയുള്ള സാധനങ്ങൾ മൊത്തം ഫ്രിഡ്ജില് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ പുറത്തൊട്ടിയിട്ട്. എനിക്കത് ഏതൊക്കെ സ്ഥലം പോലും ഞാൻ നോക്കാനുള്ള ഇതില്ല. അത്രയും ഭംഗി കണ്ട് ഞാൻ വീഡിയോ എടുത്താണേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വേഗം റൂമിൽ നിന്ന് നമ്മൾ പോകണ്ടോ. ഓഫീസിൽ നിന്ന് കുറച്ച് പേരൊക്കെ അവരുടെ റൂമിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ഞങ്ങൾ ചിത്ര ചേച്ചിക്ക് ബായ് പറഞ്ഞിട്ട് എല്ലാവരും ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് നേരെ സുബിൻ ചേട്ടൻ്റെയും റോസ്മിൻ ചേച്ചിയുടെ റൂമിലേക്ക് വിട്ടു കേട്ടോ. അത് 11ാമത്തെ ഫ്ലോറിലാണ്. അപ്പം ഞങ്ങൾ നേരെ ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണേ. സുർമിയും ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ റൂമിലോട്ട്. അങ്ങനെ നേരെ 11ാമത്തെ ഫ്ലോറിൽ എത്തുമ്പോൾ ഉള്ള ബഹളമാണ് ഈ കാണുന്നത്. കൃഷ്ണയും സുർമിയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെയാണ് അവര്. നമ്മുടെ കുഞ്ഞൂസിന്റെ വണ്ടി കാണിച്ചു തരാം കേട്ടോ. പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നൊക്കെ ഇപ്പോഴും കുറേ ഞാൻ പറയുന്നില്ല ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇനി എവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു സ്ഥലം പോലും ഇല്ലാത്ത അത്രയും അവന് വണ്ടി വാങ്ങി നിറച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ റൂമെത്തി. അങ്ങനെ കുറച്ചു നേരം എല്ലാവരും കൂടെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞൂസ് കോട്ടെല്ലാം മാറ്റി അവൻ ഫ്രീ ആയി ഒന്ന് ആഘോഷിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഗിഫ്റ്റ് കിട്ടിയ ബോക്സ് എല്ലാം ഞങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യാം. അതുപോലെ എപ്പോഴും പറയുന്നവരെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ. അതുപോലെ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഉടനെ തന്നെ ഗിഫ്റ്റ് കിട്ടിയ കണ്ടോ, ഗിഫ്റ്റ് വന്നാണ് ഈ കുഞ്ഞൂസിന് അടുത്തത്. ഗിഫ്റ്റിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.